കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്ന എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വചനം, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. ഒരു വിശ്രമം. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി നാം പഠിക്കേണ്ട കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. പിതാവായി ദൈവം ഒരിക്കലും തളർന്നവനായി മാറിയിട്ടില്ല. ലോക ആരംഭം തൊട്ട് ലോക സൃഷ്ടിക്ക് മുമ്പേ പിതാവായി ദൈവം ഒരിക്കലും തളർന്നവനല്ല. 6 ദിവസം കൊണ്ടെല്ലാം സൃഷ്ടിച്ച 7-ാം ദിവസം യഹോവ ദൈവം സ്വസ്ഥനായിരുന്നു എന്ന് പറയുമ്പോൾ തളർന്നത് കൊണ്ടോ ക്ഷീണിച്ചത് കൊണ്ടോ അല്ല കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഒരിക്കലും വിശ്രമിക്കുന്നുമില്ല, തളരുന്നുമില്ല, വിശ്രമിക്കുന്നുമില്ല. സൃഷ്ടിയുടെ 6 ദിവസം കഴിഞ്ഞ ശേഷം താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ട് അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ 1 തൊട്ട്, ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. ഹല്ലേലൂയ. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായി ആയതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു എന്നാണ്. ഹല്ലേലൂയ. 6 ദിവസം കൊണ്ട് ദൈവം ഭൂമിയിൽ വേണ്ടുന്ന സകലത്തെ നിർമ്മിച്ചു. ഈ ഭൂമിക്ക് എന്തെല്ലാം വേണോ അതെല്ലാം ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ ആവശ്യമായതുള്ളതെല്ലാം സൃഷ്ടിച്ചു. ഓരോ ദിവസത്തെയും സൃഷ്ടിപ്പിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമ്മുടെ ദൈവം ഒരിക്കലും തളർന്നവനോ ക്ഷീണിച്ചവനോ ആയിട്ട് കാണുകയോ നമ്മുടെ ദൈവം വിശ്രമിക്കുകയോ ചെയ്യുന്നില്ല. ഭൂമിക്ക് എന്തെല്ലാം വേണമെന്നുള്ളത് കർത്താവിന്റെ ദൈവികമായ ജ്ഞാനത്താൽ കർത്താവെല്ലാം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ 1 മണിക്കൂർ വേല ചെയ്താൽ ഇന്നത്തെ കാലഘട്ടത്തിൽ 2 മണിക്കൂർ വിശ്രമമാണ്. അല്ലെങ്കിൽ മനുഷ്യൻ വേല ചെയ്യുന്നതോറും അധ്വാനിക്കുന്നതോറും മനുഷ്യൻ തളരുന്നു, ക്ഷീണിക്കുന്നു, വിശ്രമത്തിന് സമയം കണ്ടെത്തുന്നു. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, ലോകത്തിന്റെ ആരംഭം മുതൽ ഇനി ലോക സൃഷ്ടിക്ക് മുമ്പേ, ലോക സ്ഥാപനത്തിന് മുമ്പേ മുതൽ നമ്മുടെ കർത്താവ് വിശ്രമിച്ചതായിട്ടോ ക്ഷീണിച്ചതായിട്ടോ തളർന്നതായിട്ടോ വിശുദ്ധ വേദപുസ്തകം പറയുന്നില്ല. ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ ദൈവം വിശ്രമിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എപ്പോഴും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ എപ്പോഴും ദൈവം മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ വിശ്രമം. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്രമം എന്നൊക്കെ പറയുന്നത്, ഹല്ലേലൂയ, അത് തളർന്ന് ക്ഷീണിതനായി നമ്മൾ ദുഃഖിതനായി ഇരിക്കുവാനല്ല തന്നിരിക്കുന്നത്. ദൈവം നമുക്ക് തന്നൊരു വിശ്രമം എന്ന് പറയുന്നത് ദൈവം ചെയ്ത പ്രവൃത്തികൾ, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ 103-ാം സംഗീതമൊക്കെ വായിക്കുന്നുണ്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരംഗവും വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്ത, അവന്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുതെന്ന് സംഗീതക്കാരൻ പറയുക. അപ്പം ദൈവത്തിന്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകാതെ ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ വളരെ വിചാരമുള്ളവരായിരിക്കണം, വളരെ ബോധ്യമുള്ളവരായിരിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങൾക്ക് ഒരുപാട് ക്ഷീണങ്ങളും തളർച്ചകളും കടന്നു വരുമ്പോൾ ആമേൻ, നമ്മുടെ കർത്താവ് ക്ഷീണമില്ലാത്തവനായി, തളർച്ചയില്ലാത്തവനായി, വിശ്രമിക്കാത്തവനായി, അവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർത്താവ് 24 മണിക്കൂറും നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ കർത്താവിന് ഉറപ്പോ ഇല്ല, മയക്കോ ഇല്ല എന്നാണ് നമ്മൾ വചനം വായിക്കുന്നത്. 121 സംഗീതം വായിക്കല്ലേ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങയിൽ ഉറങ്ങുകയുമില്ല. അല്ലെങ്കിൽ ദൈവം 1 മണിക്കൂർ ഉറങ്ങിപ്പോയാൽ നമ്മുടെ ഈ ഭൂമിയുടെ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ ചിന്തിച്ചു നോക്കി. 1 മണിക്കൂർ ഭൂമിയിൽ കർത്താവ് എന്റെ പ്രവൃത്തി വെളിപ്പെടാതിരുന്നാൽ ഈ ഭൂമി ഇവിടെ ഇരുണ്ട അനുഭവമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ജ്ഞാനം എത്ര വലുതല്ലേ. ഹല്ലേലൂയ. നമ്മുടെ ദൈവികമായ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം ദൈവത്തിന് എത്രമാത്രം നന്ദി കൊടുക്കണം, അല്ലെങ്കിൽ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ.
ആമീൻ. നാം ഒരു കാര്യം മനസ്സിലായി, സൃഷ്ടാവായ ദൈവം ആമീൻ ആദ്യം മുതലേ അവന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവത്തെ മറന്ന്, സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടികൾക്ക് പ്രാധാന്യം കൊടുത്തു. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളിൽ മനുഷ്യൻ ഏറ്റെടുത്തിട്ട് മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് മനുഷ്യൻ അവയെല്ലാം ദൈവങ്ങളായി കൊണ്ട് നടക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മുടെ കർത്താവ് ഒരുവൻ മാത്രമാണ്, യഹോവയായ ദൈവം ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദൈവത്തിനൊക്കെ വിളിച്ചു പറയുന്നത്. അപ്പൊ നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഹല്ലേലൂയ ആ അനുഭവത്തെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ജോലി ചെയ്ത് വിശ്രമിക്കാനൊക്കെ ദൈവം നമുക്ക് അവസരം തരും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന് വായിക്കുക, യെശയ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 40-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് അറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ ആമേ സ്തോത്രം. ആമേ യഹോവ നിത്യദൈവമാണ്, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനാണ്, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതില്ല. ഈ കാണുന്ന ഭൂമി, എന്റെ തടാകത്തെ അഖിലാണ്ടത്തെ നിർമ്മിച്ചവനെ, ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി വരിക്കുന്നവൻ, കരയും കടലിനും വേർതിരിച്ചവൻ, കടലിലെ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറാതിരിപ്പം മണലുകൊണ്ട് അതിരിട്ട്, അല്ലെങ്കിൽ ആകാശത്തിനും ഭൂമിക്കും എല്ലാം അതിരും നിശ്ചയിച്ച്, ആകാശത്തിൽ അല്ലെങ്കിൽ നാമെ ഭൂമിയെ പ്രകാശിപ്പിക്കാൻ വലിയ സൂര്യനെയും ആ രാത്രി പ്രകാശം ചന്ദ്രന്റെ നക്ഷത്രങ്ങളെയൊക്കെ സമയാസമയങ്ങളിൽ അതിന്റെ പാതയിലൂടെ ഓരോ ദിവസവും നടത്തുന്ന, ഭൂമിയിലെ സകല ഇഴജാതികൾക്കും സകല ചരാചരങ്ങൾക്കും തീൻ കൊടുക്കുന്ന, അവയെ നോക്കുന്ന, പരിപാലിക്കുന്ന, ഇതിന്മേലെല്ലാം അധികാരമുള്ള മനുഷ്യനെ ദൈവം സദാസമയം നോക്കുന്ന ദൈവം ഒരിക്കലും തളർന്നു പോകുന്നതിന് ക്ഷീണിച്ചു പോകുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം തളർന്നു പോകുന്നതിന് ക്ഷീണിച്ചു പോകുന്നത്. അവന്റെ ബുദ്ധി അപ്രമേയം എത്രേ. ഹല്ലേലൂയ. അവൻ ക്ഷീണിച്ചിരിക്കുന്നു, ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിക്കുന്നു. ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുന്ന നമുക്ക് അല്ലെങ്കിൽ ബലം നൽകും, ശക്തിയില്ലാത്തവനും ബലമില്ലാത്തവനും ശക്തി വർദ്ധിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എന്നിട്ട് വചനമാണ്, ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. അപ്പം ബാലിക്കാർ യൗവനക്കാരൊക്കെ ക്ഷീണിക്കുകയും തളർന്നുകയൊക്കെ ചെയ്യും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നത് ശക്തി പുതുക്കോർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഹല്ലേലൂയ ചിറകടിച്ച് ഹല്ലേലൂയ കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകുമെന്ന് നടക്കുകയും ചെയ്ത് പ്രവാചകൻ വിളിച്ചു പറയുന്ന സത്യവചനം കൂടെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ മഹത്വം കൊടുക്കണം. പ്രേക്ഷകർ നമ്മൾ ഓർത്തു വയ്ക്കും, നമ്മുടെ കർത്താവ് ഒരിക്കലും ക്ഷീണിച്ചു പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ തളർന്നു പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് നിത്യദൈവമാണ്. അല്ലെങ്കിൽ നിത്യദൈവം, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, ആമേ സർവകൃപാലുവായ ദൈവം, അല്ലെങ്കിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ദൈവം. അല്ലെങ്കിൽ അത് ഒരേ ഒരാൾ മാത്രമേ, ഏകസത്യ ദൈവം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ദൈവം ആത്മാവും ജീവനുമാണ്. അല്ലെങ്കിൽ സ്തോത്രം. അല്ലെങ്കിൽ അവൻ ഒരിക്കലും ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു നിത്യ പിതാവായിരിക്കും നിത്യദൈവത്തെ നീ അറിയണം. പ്രൈസലോ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഓരോ മനുഷ്യർക്കും കർത്താവ് വിവിധ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഭൂമിയിലെ സകല ജനങ്ങൾക്കും ദൈവം ഓരോ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ ഹൃദയപ്രകാരം നാം ജീവിക്കണം, ആത്മാക്കളെ ആദായം ചെയ്യണമെന്ന് അവർ പ്രതീക്ഷിക്കുക. ദൈവം ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കണമെന്നാണ്. നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം. ലോകത്തിന്റെ ഇഷ്ടപ്രകാരമോ അവിടുത്തെ മത നേതാക്കന്മാരുടെ, രാഷ്ട്രീയക്കാരുടെ മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം. ദൈവത്തിന്റെ ഹിതമൊക്കെ നമ്മൾ നിറവേറണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ഹിതമൊക്കെ നിറവേറുക മാത്രമല്ല, പാപത്തിൽ വീണുകിടക്കുന്ന, ശാപത്തിൽ വീണുകിടക്കുന്ന, അന്ധകാരത്തിന്റെ അടിത്തട്ട് വീണ് സാത്താന്യ ശക്തികളുടെ കൈകളാൽ പിടിക്കപ്പെട്ട് നിത്യ നരകാഗ്നിയിലേക്ക്, നരകക്കടലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോടാനുകൂടി ജനങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നാം ഉണർന്ന് പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും ചോദിച്ചു നോക്കി, നിങ്ങൾ നരകത്തിൽ പോകുന്നു ചോദിച്ചാൽ, ഞങ്ങൾ നരകത്തിൽ പോകുന്നേയില്ല, ഞങ്ങൾക്ക് നരകം ഇഷ്ടമല്ലെന്ന് പറയും. അല്ലേ? അപ്പോൾ തന്നെ നിങ്ങൾ സ്വർഗത്തിൽ, ഞങ്ങളെല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് പറയും. എല്ലാവരും പറയും സ്വർഗത്തിൽ പോകും, ഞങ്ങൾക്ക് നരകം വേണ്ട. എന്നാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ കർത്താവിന്റെ ഹിതം പ്രവർത്തിക്കണം. ദൈവ ഇഷ്ടത്തിന് നടക്കണം, ദൈവ ഇഷ്ടത്തിന് ജീവിക്കണം.
അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സകല താൻ തോന്നിത്തരങ്ങളും ചെയ്തിട്ട്, അങ്ങനെയൊക്കെ നാട്ടുകാർ പറയുമല്ലോ അല്ലേ, തെറ്റായ വാക്കൊന്നുമല്ല. അല്ലേലിയ, അല്ലേ, അത് നമുക്ക് പറയുന്ന തെറ്റൊന്നുമില്ല. ഞാൻ എന്റെ ചിന്തകൾ കൊണ്ട് പറയാം, നിങ്ങൾക്ക് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാം കേട്ടോ. കാരണം മനുഷ്യന്റെ ഇഷ്ടപ്രകാരം മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഹീനമായ പ്രവൃത്തികളെല്ലാം ചെയ്തിട്ട് എല്ലാവരും സ്വർഗത്തിൽ പോകുന്നതാണ് അവകാശപ്പെടുന്നത്. സ്വർഗത്തിലല്ല നിങ്ങൾ പോകുന്നത്, നരകത്തിലാണ് പോകുന്നത്. സ്വർഗം വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാ. അത് ദൈവഹിതം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള, ദൈവിഷ്ടം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാ. ആത്മാക്കളെ നേടുന്നവർക്ക് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി ഉള്ളതാണ് സ്വർഗം. അല്ലാതെ ഭൂമിയിലെ ഒരു ചെടിയന്മാർക്കും പ്രാകൃതന്മാർക്കും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചവർക്ക് മാത്രമേ, ആത്മരക്ഷ പ്രാപിച്ചവർക്ക് മാത്രമേ നിത്യത്തിലെത്താൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ബൈബിൾ കൊണ്ട് നടന്നതുകൊണ്ടോ, ബൈബിൾ ചുമന്നത് കൊണ്ടോ, ബൈബിൾ വായിച്ചത് കൊണ്ടോ, ബൈബിൾ വീട്ടിൽ വെച്ചത് കൊണ്ടോ, ഈ കറുത്ത പുസ്തകം കൊണ്ടെന്ന് പറഞ്ഞ ബൈബിളിനെ കുറിച്ച് വാക്യങ്ങൾ കാണാതെ പഠിച്ചത് കൊണ്ടോ ഒന്നും ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞത് കേട്ടു, ഹല്ലേലൂയ, ബൈബിളിലെ ചില അധ്യായങ്ങൾ ചിലരൊക്കെ കാണാതെ പറയുന്നത് കേട്ടപ്പോൾ അരമനയിൽ ഇരിക്കുന്ന തിരുമേനിയുമായി ആശ്ചര്യപ്പെട്ടെന്ന്. ഇതൊക്കെ ആരെയും കണ്ട പറയാൻ പറ്റാതെ. നിങ്ങൾ എന്നോട് ഞാൻ ഒരുപാട് വാക്യങ്ങൾ കാണാതെ പറയും, ചില അധ്യായങ്ങളൊക്കെ കാണാതെ പറയും. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടു, ആത്മാവിൽ നിറയപ്പെട്ടു, വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവികമായ ജ്ഞാനത്താൽ ദൈവം എനിക്ക് തന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് കുറയിലുമാണ് ഞാൻ പറയുന്നത്. ഞാൻ ബുദ്ധിയുടെ പ്രമാണമല്ല ഉപയോഗിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന ബുദ്ധിയുടെ പ്രമാണമാണ്. രാഷ്ട്രീയക്കാർ ബൈബിൾ കാണാതെ പഠിക്കും. അവർ ബുദ്ധിയിൽ അത് സംസാരിക്കും. കേൾക്കുന്നവർ ഓർക്കും, ഈ പുള്ളി ഭയങ്കര ഭക്തനായിരിക്കും. ഭക്തനല്ല, അഭക്തനാ. ബുദ്ധിയുടെ പ്രമാണമാണ് പറയുന്നത്. ബുദ്ധി കൊണ്ടാണ് ഇതെല്ലാം വായിച്ച് ചെയ്യുന്നത്. അവർക്ക് എഴുതിയ അവർക്ക് വോട്ട് കിട്ടണം, അതാണ്. പിന്നെ മറ്റുള്ളവരെ വെള്ളപൂശി ഞാൻ ഭക്തനാണെന്ന് കാണിക്കണം. ഹല്ലേലൂയ. ദൈവവചനം വായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവികമായ ജ്ഞാനത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ, പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് ദൈവം നൽകുന്ന കൃപയിൽ നിന്നുകൊണ്ട് അഭിഷേകത്തോടു കൂടിയ ദൈവവചനം വായിക്കേണ്ടത്. ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കൊണ്ട് കണക്ക് തോന്നും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അദ്ദേഹം എന്നെ ഇപ്പോഴും വിമർശിക്കുന്നവനാ. ഹല്ലേലൂയ. അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പറയും. അത് അദ്ദേഹത്തിന്റെ ചിന്തകൾ. അങ്ങനെയുള്ള ബുദ്ധിയുടെ പ്രമാണക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. ഞാൻ ബുദ്ധിയുടെ പ്രമാണമല്ല പറയുന്നത്. ദൈവം എന്നെ അഭിഷേകം ചെയ്തുകൊണ്ട് അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം നിങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. അപ്പം ദൈവം നിങ്ങൾ നല്ലത് പ്രതീക്ഷിക്കുന്നു. എന്നാൽ അനേകർ ദൈവം നിയമിച്ചിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാത്തതിനാൽ ക്ഷീണിതരായി തീരുന്നു. പലരും ദൈവം നമുക്ക് നൽകിയ പ്രവൃത്തി ചെയ്യാത്തത് കൊണ്ട് പലരും ക്ഷീണിച്ചു പോകുന്നു. ഹല്ലേലൂയ. ഓട്ടപ്പന്തയത്തിൽ ഓടുവാൻ ആരംഭിക്കുന്നവരിൽ ചിലർ ഓട്ടം മുഴുവനും ഓടി അവസാനിപ്പിക്കാതെ തളർന്നു പോകുന്നു, ചിലർ ഇടറി വീഴുന്നു, ചിലർ പിന്തിരിഞ്ഞു പോകുന്നു. ഈ ഓട്ട മത്സരമൊക്കെ കണ്ടിട്ടില്ലേ? ഓടാനായിട്ട് ഒരുപാട് പേര് കൊടുക്കും. അവരെ പരിശീലിപ്പിക്കുന്നവർ അവരെ അതിനെ ശക്തമായിട്ട് അല്ലെങ്കിൽ അതിനെ ഒരുക്കിയെടുക്കും. അവരെ പരിശീലനം പൂർത്തീകരിക്കാൻ കഴിയാതെ, പരിശീലനത്തിനകത്ത് വേണ്ടത്ര ശ്രദ്ധ തൃപ്തി കൊടുക്കാതെ അവരെങ്ങനെയോ ഉദാസീനതയോടുകൂടി ചെയ്യും. ഹല്ലേലൂയ. ഉദാസീനതയോടുകൂടി ചെയ്തിട്ട് അവർ ഓട്ടക്കളത്തിൽ വന്ന് ഓടുവാൻ ട്രാക്കിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടം പന്തയം ആരംഭിക്കുമ്പോൾ ചിലരൊക്കെ എന്ത് ചെയ്യുന്നു? മുഴുവൻ ഓടി അവസാനിപ്പിക്കാതെ പലരും തളർന്നു പോകുന്നു. ചിലര് കാലിടറി വീഴുന്നു. ഈ മടുക്കുമ്പോൾ എന്ത് ചെയ്യും? കാല് തെറ്റി വീണതുപോലെ വീഴും. എന്നിട്ട് അഭിനയിക്കും. പിന്നെ ചോദിച്ചാൽ വീണുപോയി, കാല് തെറ്റി വീണുപോയി തുടങ്ങി. കാലിൽ ഉളുക്ക് പിടിച്ചു, ഉളുക്ക് പിടിന്നൊക്കെ പറയും. എന്തൊക്കെയാണ് പറയണമല്ലോ. ഹല്ലേലൂയ. അപ്പം പലരും ഓട്ടം കൂടി അവസാനിപ്പിക്കുക, പലരും ഇടറി വീഴുന്ന, പലരും ഓട്ടക്കളത്തിലേക്ക് വരുന്നതിൽ പിന്തിരിഞ്ഞു പോകുക. പനിയായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ എന്ത് സുവിശേഷം കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പരിസ്ഥിതിക്ക് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ദൈവം നമ്മെ ഓട്ടക്കളത്തിൽ ഓടുവാൻ വരുന്നവര് പലരും ഓടി അവസാനിപ്പിക്കാതെ ഇടറി വീണ് പലരും പിന്തിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഉദാസീനതയുടെ കൂടി കാണുന്നു. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ക്രിസ്തീയ ജീവിത ഓട്ടം എന്ന് പറയുന്നത് ഉദാസീനതയോടുകൂടി ചെയ്യരുത്. ഹല്ലേലൂയ. ഇത് ഉദാസീനയോട് ചെയ്യേണ്ടതല്ല, ഉദാസീനതയോട് ഓടി അവസാനം പോകേണ്ടതല്ല. അപ്പൊ ഈ വേദപുസ്തകം പറയുന്നത് ഓട്ടക്കളത്തിൽ ഓടം ഒരു ഉദാസീനയുടെ ചെയ്യാൻ കൂടി അവസാനിപ്പിക്കാതെ ഇടറി വീണ് പിന്മാറിപ്പോ. പക്ഷെ ദൈവവചനം അങ്ങനെയല്ല കേട്ടോ. അവൻ ദൈവത്തിന്റെ പ്രവൃത്തി ഉദാസീനതയോട് ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളെ, ദൈവത്തിന്റെ പേരെ ഉദാസീനത ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവന് വേദപുസ്തകം 48 ഇരമ്യാവിന്റെ പുസ്തകം 48:10 എഴുതിയിട്ടുണ്ട്. വായിക്കണം കേട്ടോ.
ദൈവപ്രവൃത്തി ഉദാസീനം ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് നമ്മൾ ഒരുക്കമുള്ളവരായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിവസം ബീവറേജിന്റെ വഴിക്കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോഴേ അല്ലെങ്കിൽ വലിയ വലിയ വണ്ടിക്ക് ലോട്ട് കിടക്കിനാണ് മദ്യം നടക്കുന്നത്. എല്ലാം ഈ അടുത്ത 2 ദിവസം കൊണ്ട് ചെലവഴിക്കും. നാളെയും നാളത്തെയും മറ്റന്നാൾ ചെലവഴിക്കും. അപ്പൊ ദൈവപ്രവൃത്തിയിലെ മനുഷ്യൻ ലോകപ്രകാരം ജീവിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ വളരുന്നു, പാപത്തിൽ മുമ്പോട്ട് പോകുന്നു, പാപത്തിൽ മരിക്കുന്ന, അവസാനം നരകത്തിൽ ചെന്ന് ചേരുന്നു. അല്ലേ, എല്ലാ പാപിയിൽ നിന്ന് ചേരുന്നവിടെ നരകത്തിലാണ്. സ്തോത്രം. അല്ലേ, പണ്ട് ഞാനും പാപിയായിരുന്നു. മരിച്ചെങ്കിൽ നരകത്തിൽ എന്നേ പോയേനെ. അന്നേ ഞാൻ മരിച്ചു പോയെങ്കിൽ ചെന്നേ ഞാൻ നഗരമതിയുന്ന പാട്ടുകാരൻ പാടിയതുപോലെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പൊ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭൂമിയിൽ നയിച്ച ജീവിതത്തെക്കുറിച്ച് പിതാവിനോട് കണക്ക് കൊടുക്കുമ്പോൾ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു യേശു പറഞ്ഞത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് പിതാവായി ദൈവം അയച്ചപ്പോൾ യേശുക്രിസ്തു ചെയ്യേണ്ട സകല കാര്യങ്ങളും ചെയ്യണം. തന്റെ പ്രവൃത്തി താൻ ക്ഷീണിതനായോ തളർന്നു പോകാനോ പിന്മാറി പോകാനോ ഇടല് വീഴുവാനോ പാടില്ല. ഇടയ്ക്ക് വെച്ച് ഇട്ടു പോകാൻ പറ്റത്തില്ല. ആ പ്രവൃത്തി തികയ്ക്കണം. ദൈവത്തിന് മറുപടി കൊടുക്കണം, പിതാവിന് മറുപടി കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു മറുപടി കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥന എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥന യേശു പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17:4 വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം യേശു ഭൂമിയിൽ പിതാവിനെ മഹത്വപ്പെടുത്തി, പിതാവിന്റെ നാമത്തെ ഉയർത്തി, പിതാവ് തന്നെ ഏൽപ്പിച്ച ആ പ്രവൃത്തി മുഴുവൻ തികച്ചു. കണക്ക് കൊടുക്കേണ്ടി വരും. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവി, നീ ചെയ്ത പ്രവൃത്തി, നിന്നെ ഏൽപ്പിച്ച വേലകൾ നീ ചെയ്തിട്ടുണ്ടോ എന്ന് നീ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്നവരെ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതായാലും തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും എന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി ഒരു പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നെങ്കിൽ ഇവിടെ എത്ര ശ്രേഷ്ഠമാണ് യേശുക്രിസ്തു നമ്മോട് പറയുന്ന ഈ വചനം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ തന്ന പ്രവൃത്തിയെ തികച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കങ്ങനെ പറയാൻ കഴിയുമോ ശ്രോതാവി? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടണമെന്നേ, കർത്താവിന് കൊടുക്കാനുള്ള മുഴുവൻ മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥനയാണ്. യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ആരംഭത്തിൽ പിതാവേ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. കർത്താവിന്റെ പരിശുശ്രൂഷയുടെ ആരംഭത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞു. നാഴിക എന്ന പ്രയോഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ 9 പ്രാവശ്യം കാണാൻ കഴിയും കേട്ടോ. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു പോരാതെ വന്നപ്പോൾ യേശുവിന്റെ അമ്മ യേശുവോട് പറഞ്ഞു വീഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പൊ യേശു പറയുന്നു, സ്ത്രീയെ എന്റെ നാഴിക വന്നിട്ടില്ലെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് തന്റെ പ്രവൃത്തി ആരംഭിച്ച കാലഘട്ടം തൊട്ട് തന്റെ ക്രൂശീകരണം വരെ പിതാവ് തന്നെ എന്തെല്ലാം ഏൽപ്പിച്ചോ അതെല്ലാം യേശു പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. താൻ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഈ ഭൂമിയിൽ വന്നത്, അതിന്റെ സമ്പൂർത്തിയിൽ എത്താനുള്ള നാഴിക വന്നിരിക്കുന്നു എന്നാണ് കർത്താവ് ഒടുവിലായി പറഞ്ഞത്. യേശു എന്ത് പ്രവർത്തിക്കാണ് ഭൂമിയിൽ വന്നത്, യേശുക്രിസ്തു എന്താണ് ഈ ഭൂമി ചെയ്യാനുള്ളത്, യേശുക്രിസ്തു എന്താണ് പിതാവ് ഏൽപ്പിച്ചിരിക്കുന്നത്, ആ പ്രവൃത്തി മുഴുവൻ അതിന്റെ സമ്പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തുവിനെ നാഴിക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പം വലിയ ഒടുവിൽ അതുകൊണ്ടാണ് നാഴിക വന്നിരിക്കുന്നു എന്ന് കർത്താവ് ഒടുവിലായി പറയുന്നത്. അപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകൻ മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്ന നാഴിക തന്റെ കഷ്ടാനുഭവത്തിന്റെ നാഴികയാണ്. ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാർ ചൂണ്ടിക്കാണിച്ച് പ്രവാചകന്മാർ പറഞ്ഞ നാഴിക എന്ന് പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ നാഴികയാണ്. സാത്താന്റെ പരാജയത്തിന്റെ ദിവസങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് വിജയത്തിൻ്റെതാണ്. കാരണം എന്താ വിജയത്തിന് അവിടെ സാത്താന്റെ തല തകർക്കപ്പെടുകയായിരുന്നു. മാനുഷ്യമെന്ന് ചിന്തിക്കുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നമുക്ക് വേദന ഉളവാക്കുന്നത്, സങ്കടം ഉളവാക്കുന്നതാണ്. എന്താ സൃഷ്ടമായ ദൈവത്തെ യഹൂദന്മാരും റോമൻ പടയാളികളും പരീശന്മാരും മഹാപുരോഹിതന്മാരും സാധുക്കളും എല്ലാം കൂടെ ചേർന്ന്
അവൻ കുറ്റം ചെയ്യാതെ എന്നിട്ടും യേശുവിന്റെ കുറ്റം ചുമത്തി. സ്തോത്രം, ഹല്ലേലൂയ. കുറ്റം ചുമത്തിയിട്ട് ഹല്ലേലൂയ രാജ്യദ്രോഹ കുറ്റം ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ട ബെറോബാസിനെ അവർക്ക് സ്വതന്ത്രനായി വേണം. നിരപരാധിയായ യേശുവിനെ ക്രൂശിക്കാൻ ജനം ഒന്നടങ്കം ആക്രോശത്തോടുകൂടി അലറി വിളിക്കുമ്പോഴും ഹല്ലേലൂയ നമ്മുടെ യേശുക്രിസ്തു അവിടെ നിന്ന് ക്ഷീണിച്ചില്ല, തളർന്നു പോയില്ല. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണം നമുക്ക് ദുഃഖമല്ല, യേശുക്രിസ്തുവിന്റെ മരണം നമുക്ക് ജയമാണ്. യേശുക്രിസ്തുവിന്റെ മരണം നമുക്ക് ജയമാകാൻ കാരണം എന്താണ്? യേശുവിന്റെ മരണത്തോടുകൂടി പിശാചിന്റെ തലയെ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. പിശാചിന്റെ തലയെ തകർത്തു. ഹല്ലേലൂയ. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 നാളിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി 40-ാം നാൾ സ്വർഗത്തിലേക്ക് കരയേറി സകല നാമത്തിനും മേലായ നാമം നൽകി പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിന്റെ മരണം വിശ്വാസിക്ക് ദുഃഖമല്ല. ഹല്ലേലൂയ. നമുക്ക് ദുഃഖിക്കരുത്. യേശുവിന്റെ മരണം കൊണ്ട് നമുക്ക് ജയം നേടിത്തന്നു. യേശുവിന്റെ മരണം കൊണ്ട് പിശാചിന്റെ തലയെ തകർത്തു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ കഷ്ടാനുഭവത്തെ ഇന്ന് പലരും ദുഃഖമായിട്ട് കാണുകയും ദുഃഖമായിട്ട് കൊണ്ടാടുകയും ദുഃഖമായിട്ട് ആചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാല് ഞങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ജയത്തിന്റെ നാളുകളാണ്. കാരണം ആശ്ചര്യമായി ചിന്തിക്കുമ്പോൾ ദുഃഖമാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആത്മീയമായി ചിന്തിക്കുമ്പോൾ ജയത്തിന്റെ നാളുകളെ സാത്താന്റെ തലയെ തകർക്കുവാൻ, അവന്റെ തലയെ ഉടയ്ക്കുവാൻ യേശുവിനെ മാത്രമേ കഴിയുള്ളൂ. അവൻ സാത്താന്റെ തലയെ തകർത്തിട്ട്, സാത്താന്റെ അധികാരത്തെ തകർത്തിട്ട് യേശു ദൈവജനത്തിന് അധികാരം കൊടുത്തപ്പോൾ യോഹന്നാൻ 10:19 പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തിൽ ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം തന്നതേ. പിശാചിന്റെ തലയെ തകർത്തവൻ ഭൂമിയിൽ ദൈവം നമുക്ക് അധികാരം തന്നിവിടെ നിർത്തിയിരിക്കുകയാണ്. പിതാവിന്റെ പ്രവൃത്തി യേശു പൂർത്തീകരിച്ചതുപോലെ, തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളിന്റെ സമ്പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നതുപോലെ ദൈവം നമ്മെ ഏൽപ്പിച്ചാക്കിയിരിക്കുന്ന സ്ഥാനത്ത്, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം ദൈവത്തിന്റെ ഹിതമൊക്കെ പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോകരുത്. പലരും ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോയി. അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്നു കറുത്ത ബൈബിളൊക്കെ എടുത്തു, സാക്ഷിയൊക്കെ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടുകയൊക്കെ ചെയ്തു. ഹല്ലേലൂയ. പിന്നെ പ്രത്യേക ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ പിന്നെ അങ്ങ് പഴയതിലേക്ക് പോയി. ഇപ്പം കിടന്ന് ഉരുണ്ട് നിരങ്ങുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നീ ദൈവത്തെ കബളിപ്പിച്ചിട്ട്, ദൈവത്തെ അപമാനിച്ചിട്ട്, രക്ഷയുടെ സന്ദേശം നീ അറിഞ്ഞ് രക്ഷയുടെ വഴിയിലേക്ക് നീ വന്ന് ദൈവത്തിന്റെ കൽപ്പനകൾ നീ സ്വീകരിച്ചിട്ട് നീ ദൈവത്തെ കബളിപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി നിന്റെ പേരും നിന്റെ കുടുംബത്തിന്റെ പേരും നിന്റെ മക്കളുടെ പേരും നിന്റെ കൊച്ചുമക്കൾ പേരക്കുട്ടികളുടെ പേര് വരുമെന്ന്. കർത്താവിനെ വയ്ക്കുന്നതിന് മേൽ അവന്റെ സന്തതി തലമുറ 4 തലമുറ വരുമെന്ന് നമ്മൾ ഏതൊരു വായിക്കുന്നുണ്ടല്ലോ. ഈശ്വരം, നമ്മൾ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത് അല്ലേ, യേശു തന്നെ പ്രവർത്തിച്ച് അതുപോലെ നമുക്ക് നിയമിച്ച് തന്നിട്ടുള്ള പ്രവൃത്തികൾ തികയ്ക്കുമ്പോൾ വിശ്രമത്തെക്കുറിച്ച് പ്രത്യാശയുള്ളതായിരിക്കും. നമുക്ക് വിശ്രമിക്കുവാൻ ഭൂമി സമയമില്ല. ഇവിടെ നമ്മൾ കർത്താവിന്റെ വേല ചെയ്യണം. വിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ്. വിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തോടുകൂടി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വിശ്വാസിയുടെ സ്വസ്ഥത, വിശ്രമം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ വേലയുള്ള ബന്ധത്തിലാണെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കിപ്പം വിശ്രമിക്കാനുള്ള സമയമല്ല. എന്നാൽ വിശ്വാസിയുടെ വിശ്രമം ദൈവത്തിന്റെ വീണ്ടെടുപ്പ് വേലയാൽ രക്ഷിക്കപ്പെടുമ്പോൾ നാം പ്രാപിച്ച സ്വസ്ഥത അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് എത്തുന്ന നിത്യതയിലാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഒരു സ്വസ്ഥത നമ്മൾ പ്രാപിച്ചു. പാപത്തിൽ നിറയപ്പെട്ട്, ശാപത്തിൽ നിറയപ്പെട്ട് ഈ ലോകത്തിന്റെ ജടികമായ ജീവിത സാഹചര്യങ്ങളുടെ കടന്നുപോയ ശ്രോതാവി, കർത്താവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിച്ചപ്പോൾ നിന്റെ ഹൃദയത്തിനകത്തൊരു സ്വസ്ഥത വന്നു. ആ സ്വസ്ഥതയുടെ പൂർത്തീകരണം നടക്കുന്ന നിത്യതയിലാണ്. അതിനിടയിൽ നിനക്ക് ചില കഷ്ടങ്ങളോ നഷ്ടങ്ങളുണ്ട്, വേദനകളുടെ ദുഃഖങ്ങളുണ്ട്. അവയെല്ലാം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, അല്ലെങ്കിൽ നിശക്തിയെ പുതുക്കിക്കൊണ്ട് കഴുകൻ ചിറകടിച്ച് കയറുന്നത് പോലെ നീ ചിറകടിച്ച് കയറി നിത്യതയ്ക്ക് വേണ്ടി ഓടുന്നവനായിരിക്കണം, നിത്യതയ്ക്ക് വേണ്ടി ഓടുന്നവളായിരിക്കണം. അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ യഥാർത്ഥ വിശ്രമം നിത്യതയിലാണ്. 7-ാം നാളിൽ ദൈവം സ്വസ്ഥനായിരുന്നു. ദൈവത്തിന്റെ സ്വസ്ഥത അനുഭവത്തിൽ പുത്രൻ മുഖേന പ്രവേശനം പ്രാപിച്ച നാം പ്രാപിക്കാൻ പോകുന്ന ആ ശബത്താനുഭവത്തെ മുൻകണ്ടുകൊണ്ടാണ് സൂക്ഷ്മതയോടെ നമ്മൾ ജീവിക്കണം. അല്ലെങ്കിൽ നമ്മൾ കർത്താവ് 7-ാം നാളിൽ നിവർത്തനായിരുന്ന പോലെ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നമ്മുടെ ഭൂമിയിലെ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ശുശ്രൂഷകളും ഓരോ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അല്ലെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് വസിക്കുന്ന ആത്മാവ് മാറും. ശരീരം മണ്ണിനോട് ചേരും, ആത്മാവ് ദൈവത്തിലേക്ക് പോകും. അപ്പം നമ്മുടെ നിത്യവിശ്രമം ആരംഭിക്കും.
അല്ലേലിയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമൊക്കെ കേട്ടോ, എല്ലാവർക്കും അല്ല. അല്ലേലിയ. പാപിക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല, പക്ഷെ പാപിയോട് പറഞ്ഞാലും കേൾക്കത്തില്ല. ലോകം ഇപ്പോൾ ലോകപ്രകാരം ജീവിക്കാൻ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കാണ്. ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ ദൈവ ഇഷ്ടം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലേലിയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നം അല്ലേലിയ. നമുക്കറിയാം, നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ അല്ലേലിയ. അവർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവൾ വളരെ ജാഗ്രതയോടെ ഇരുന്ന് പഠിക്കുന്നവർ കണ്ടിട്ടില്ലേ? വളരെ ജാഗ്രതയോടെ ഇരുന്ന് പഠിച്ചെങ്കിൽ മാത്രമേ പിറ്റേ ദിവസം പരീക്ഷാ നാളിൽ ചെല്ലുമ്പോൾ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വഴി കിട്ടുമ്പോൾ അതിനകത്തെ ചോദ്യങ്ങൾ വായിച്ച് അതിന് ഉത്തരം എഴുതണമെങ്കിൽ അവർ തലേദിവസമേ നന്നായിട്ട് പഠിച്ച് അതിനകത്ത് വലിയ പങ്ക് നമ്മൾ വഹിക്കണം. പഠിച്ച് നാം ഒരുങ്ങിയിരിക്കണം. അല്ലേലിയ. അപ്പം പഠിച്ച് തങ്ങളുടെ കടമകൾ നിവർത്തിച്ചു വരുമ്പോൾ പരീക്ഷാ നാളുകളെ ഭയപ്പെടുകയോ കലങ്ങുകയോ ചെയ്യില്ല. നമ്മൾ പഠിക്കാതെ പോയാൽ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിക്കാതെ പോയാൽ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതി വെച്ചു വരും. അല്ലേലിയ. പലരും പരീക്ഷാ പേപ്പർ വാങ്ങി പരീക്ഷ കൂടി ചെന്നിട്ട് തന്ന ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതാൻ അറിയാത്തതുകൊണ്ട് ചോദ്യങ്ങൾ എഴുതി വെച്ച് വന്നിട്ടുള്ളവരുണ്ടല്ലോ. പിന്നെ ചില സാറന്മാർ മടുത്തൊരു ചോദ്യമെങ്കിലും ഇവർ എഴുതിയെന്നില്ലെന്ന് ഓർത്ത് ചിലപ്പം വല്ല മാർക്ക് കൊടുക്കുന്നവരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസലോ. അല്ലേലിയ. കാരണം നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്നവന് അവനൊരിക്കലും ഭയമില്ല, അവനൊരിക്കലും നിരാശപ്പെടുന്നില്ല. അവൻ പഠിച്ചു വെച്ച കാര്യങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന പരീക്ഷ എഴുതും. സമാധാനത്തോടെ, സന്തോഷത്തോടെ, വിശ്രമത്തോടു കൂടി അവൻ പരീക്ഷ എഴുതും, ജയം വരിക്കും. അല്ലേലിയ. എന്നാൽ പഠിക്കാതെ പോകുന്നതിനോ അല്ലേലിയ, അവന് സമാധാനമില്ല, സന്തോഷവുമില്ല. സന്തോഷം വിശ്രമത്തോട് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. അടുത്ത ബുക്കിലേക്ക് നോക്കി, അടുത്ത ബുക്കിലേക്ക് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കൈയുടെ വെള്ളം എഴുതി, കായിയുടെ പുറത്തെഴുതി, ഉടുപ്പേലെഴുതി, പേപ്പർ കഷ്ണം, അങ്ങനെ എന്തെല്ലാം അല്ലെ പഠിക്കാതെ പോകുന്ന മണ്ടന്മാര്. എന്നെ കേൾക്കുന്ന ശ്രോതാണ്, ഇതുപോലെ തന്നെയാണ് ദൈവം നിനക്ക് ചില പരീക്ഷാ സമയം ഭൂമി തന്നിരിക്കുകയാണ്. ഈ പരീക്ഷാ നാളുകളിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നീ നന്നായിട്ട് പഠിച്ച് നിന്നെ ഏൽപ്പിച്ച ജോലി നീ ഉത്തരവാദിത്തോട് ചെയ്ത് നിന്റെ പരീക്ഷയുടെ അവസാന നാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. നീ നിത്യത്തിലേക്ക് അടക്കാനുള്ള ദിവസങ്ങൾ എത്തുമ്പോൾ നിനക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും വിശ്രമത്തോടും നിത്യതയിൽ ചെന്ന് ചേരണമെങ്കിൽ ഇവിടെ നീ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കണം. പ്രൈസലോ. നമുക്ക് വിശ്രമമൊന്നും ആയിട്ടില്ല. എല്ലാവരും വിശ്രമിക്കാം. നമുക്ക് വിശ്രമം ആയിട്ടില്ല. വിശ്രമം ദൈവം നമുക്ക് തരുന്നുണ്ട്. അല്ലേലിയ. ആ വിശ്രമം നിത്യത മുഴുവനാണ്. പിന്നെ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരത്തില്ല. അല്ലേലിയ. അപ്പം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അവരൊരിക്കലും ക്ഷീണിച്ചു പോകുന്നില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് അനാവശ്യ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന പരീക്ഷ വേളകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. പരീക്ഷ സമയങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ സ്വതം അങ്ങനെ നടന്ന പരീക്ഷ പോലും ചിലപ്പോൾ നമ്മൾ കഠിനമായി പ്രയത്നിക്കേണ്ടി വരും, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, മാനസികമായി നിരാശപ്പെടും. പരീക്ഷയ്ക്ക് ചെന്ന കുട്ടി ചോദ്യങ്ങൾ മുഴുവൻ എഴുതി വെച്ച് മാർക്കിന് വേണ്ടി നോക്കിയിരിക്കും. മാർക്ക് കിട്ടിയില്ലെങ്കിൽ വട്ടപ്പൂച്ച കിട്ടുമ്പോൾ പലരും എന്ത് ചെയ്യും? നിരാശനായി ദുഃഖിതനായി ചിലക്കെ ആത്മഹത്യ ചെയ്യും. ദൈവം നിന്നെ ഏൽപ്പിച്ചതല്ലേ. നീ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നിന്നെ അധ്യാപകൻ പഠിപ്പിച്ചതല്ലേ. നീ അത് പഠിക്കാഞ്ഞത് കൊണ്ടല്ലേ, നീ അലസനായി ഇരുന്നത് കൊണ്ടല്ലേ, ഉദാസീനോട് ചെയ്തുകൊണ്ടല്ലേ നിനക്ക് അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാതെ നീ മരണത്തിലേക്ക് പോകുന്നത്. ഇതുപോലൊക്കെ തന്നെയാണ് നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അല്ലേലിയ. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷിപ്പാൻ വകയുള്ളത്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവത്തോടുള്ള ബന്ധത്തിൽ എത്രമാത്രം ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നീ ചെയ്യാറുണ്ടോ? അല്ലേലിയ. വേദപുസ്തക വായനയുണ്ടോ നിനക്ക്? അല്ലേലിയ. പ്രാർത്ഥനയുണ്ടോ? ആരാധനയുണ്ടോ? ശുശ്രൂഷയുണ്ടോ? ഉപവാസമുണ്ടോ? ദൈവത്തിനെ കാത്തിരിക്കുന്ന അനുഭവമുണ്ടോ? വിശുദ്ധി നീ പാലിക്കുന്നുണ്ടോ? വേർപാടിന്റെ ജീവിതത്തിലുണ്ടോ? അതോ നീ ലോകപ്രകാരം ഉദാസീനതയോടെ നിനക്ക് ഇഷ്ടമുള്ള രീതി ജീവിക്കുകയാണെങ്കിൽ അവസാനം നീ കഷ്ടപ്പെടേണ്ടി വരും. നിത്യത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. നിനക്ക് കിട്ടുന്ന നിത്യത നരകമായിരിക്കും. പ്രൈസലോ. അല്ലേലി. നമ്മൾ കർത്താവ് പിതാവിന്റെ ദൗത്യങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച് യേശുവിനെ ലോകം ക്രൂശിച്ച് മൂന്നാം നാൾ അത് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റുന്ന അല്ലേലിയ. ശിഷ്യന്മാർക്ക് വ്യത്യസ്തമായി 40 നാളുകൾ എന്നിട്ടും സ്വർഗത്തിൽ കരയേറിപ്പോയി. ഇന്നും നമ്മുടെ കർത്താവ് പിതാവിന്റെ വലത്തുഭാഗം നമുക്ക് വേണ്ടി വിശ്രമമില്ലാത്തവനായി, ക്ഷീണമില്ലാത്തവനായി, തളർച്ചയില്ലാത്തവനായി, ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി ഞങ്ങളുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലേലിയ. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ.
ഇവിടെ എനിക്ക് മണവാളിന്റെ പ്രത്യക്ഷതയ്ക്കായി 10 കന്യകമാർ കാത്തിരുന്നു. അവരിൽ 5 പേർ വിളക്കെടുത്തു, അല്ലെങ്കിൽ ആ വിളക്കോടുകൂടെ പാത്രത്തിൽ എടുത്ത് ഒരുങ്ങിയിരുന്നു. എന്നാൽ മറ്റ് 5 കന്യകമാർ ബുദ്ധിയില്ലാത്തവരായി മതിയായ എണ്ണ എടുക്കാതെ അവസാനത്തേക്ക് അവസാന നേരത്ത് ആവലാതിപ്പെട്ടുകൊണ്ടിരുന്നു. പ്രൈസലോ. ബുദ്ധിയുള്ള കന്യകമാർ 5 പേര് വിളക്കോടുകൂടി ആവശ്യമുള്ള എണ്ണയെടുത്തു. ബുദ്ധിയില്ലാത്തവർ അലസനായി ഉദാസീനരായി. അല്ലേലൂയ. അവർ വിളക്കോടുകൂടി എണ്ണയെടുത്തില്ല. മണവാളൻ വന്നു. വിളക്കിൽ എണ്ണ കരുതിയിരുന്നത് എന്ത് ചെയ്തു? വിളക്ക് തെളിയിച്ച് സ്വർഗത്തിലേക്ക് മണവാളൻ അരികിലേക്ക് ചേർക്കപ്പെട്ടു. എണ്ണ എടുക്കാതെ അലസനായി വന്നവർ എണ്ണ വാങ്ങി വന്നപ്പോഴത് എന്ത് ചെയ്തു? വാതിലടഞ്ഞുപോയി. വാതിലടഞ്ഞുപോയി. അല്ലേലൂയ. അലസത കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടത് നിത്യതയാണ്, സ്വർഗമാണ് നഷ്ടപ്പെട്ടത്. അല്ലേലൂയ. അവർ അപരാധിപ്പെട്ടു. ആകയാൽ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പരിതാപകരമായി നിങ്ങൾ കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എന്ത് ചെയ്തു? കൈവിടപ്പെട്ടു പോയി. അതുപോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, കർത്താവ് വഹിച്ചുകൊണ്ട് മധ്യാകാശത്തിൽ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ഇത് കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നിന്നെ ഏൽപ്പിച്ച വേല നീ ചെയ്യണം, ശുശ്രൂഷ നീ ചെയ്യണം. അല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ ചെയ്താൽ നിത്യത എന്നൊക്കെ പ്രവേശിക്കാൻ കഴിയും. അല്ലേലൂയ. അപ്പൊ നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് താങ്കൾ ഉദാസീനത കാണിക്കുന്നവരാണോ? എന്നെ കേൾക്കുന്നവരുടെ ശ്രോതാവെ, രാവിലെ എഴുന്നേറ്റ് മദ്യം തേടി ഓടാതെ, മദ്യഷാപ്പിലേക്ക് ഓടാതെ, ബീവറേജിലേക്ക് ഓടാതെ, ചൂതാട്ട കേന്ദ്രങ്ങളിൽ ചീട്ടുകളിക്ക് വേണ്ടി ഓടാതെ, വലിയ പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരും പറഞ്ഞ് ഇഷ്ടാനുസരണം ജീവിക്കാൻ വേണ്ടി നീ ഓടാതെ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തോട് ആലോചന ചോദിക്കണം. കർത്താവ്, ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് എന്റെ ദൗത്യം എന്താണ്? ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് ഈ കർത്താവിനോട് ഇരുന്ന് പ്രാർത്ഥിച്ച് ചോദിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് മറുപടി തരും. നീ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസറോ. അല്ലാതെ രാവിലെ മദ്യം തേടി ഓടുകയല്ല ചെയ്യേണ്ടത് കേട്ടോ. പ്രൈസറോ. അടുത്ത വീട്ടിലേക്ക് നുണ പറയാൻ ഓടുകയല്ല സൗകര്യം ചെയ്യേണ്ടത് കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നീ ഒരുങ്ങണം. പ്രൈസറോ. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വേല, കർത്താവിന്റെ പ്രവൃത്തി തികയ്ക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ, ഞാൻ നല്ല പോൽ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുമെന്ന് പൗലോസ് പറയാൻ കാരണം എന്താണ്? നമ്മൾ നല്ല പോൽ പൊരുതണം. ഓട്ടം നല്ല പോൽ പൊരുന്നൊക്കെ പറഞ്ഞാല് അമ്മായിമയും വഴുതും മരുമോളും പൊരുതിച്ചല്ല. അമ്മായിപ്പനും അലിയ മരുമോളും വീട്ടിലുള്ളവരൊക്കെ ഉള്ള പൊരുതലല്ല. സഹോദരങ്ങൾ തമ്മിൽ പൊരുതുന്നല്ല. സഭയ്ക്കകത്ത് പാസ്വേഡ് പൊരുന്ന പൊരുതിച്ചല്ല കേട്ടോ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ സാത്താനോട് പൊരുതണം. കർത്താവിന്റെ നാമത്തിൽ ഉയർത്തും സുവിശേഷത്തെ ഘോഷിക്കും. സുവിശേഷം വിളിച്ചു പറയും. പാപികളോട് ഈ സന്ദേശം വിളിച്ചു പറയാൻ, പാപിയായ മനുഷ്യനെ പാപത്തെ വ്യതിരിപ്പിച്ച് നിത്യത അവകാശിയാക്കി മാറ്റാൻ വേണ്ടി നിന്റെ പ്രാർത്ഥനയും ആരാധന ശുശ്രൂഷയും സാത്താനോട് പൊരുതി പാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തെ അതിൽ വിടിപ്പിക്കണം, സ്വതന്ത്രമാക്കി മാറ്റണം. അതാണ് പൗലോസ് ചെയ്തത്. പൗലോസ് നല്ലപോലെ പൊരുതു. സാത്താനെതിരെ ശക്തമായി പോരാടി, സാത്താനെതിരെ പൊരുതി തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ പൗലോസ് ചെയ്തെടുത്തു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നല്ല ഒരു ഓട്ടം തികച്ചു. നിനക്കത് പറയാൻ കഴിയുമോ? മരണം വീട്ടിൽ ഫ്ലക്സ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. കള്ളം കുടിച്ച് തോന്നിവാസം ജീവിച്ച് അതിക്രമം ചെയ്ത് പൊട്ടിച്ചും പിടിച്ചു പറിച്ചും കൊലപാതകം ചെയ്ത് അതിരുകൊണ്ടിയും അടിയുണ്ടാക്കി ബഹളമുണ്ടാക്കി ഭാര്യ ഉപേക്ഷിച്ചും അല്ലെങ്കിൽ ഭർത്താൻ ഉപേക്ഷിച്ചും അവിടെ ഇറങ്ങിപ്പോയി ഇവിടെ ഇറങ്ങിപ്പോയിട്ട് വീണ്ടും എണ്ണമില്ലാത്ത വിവാഹം കഴിച്ചിട്ട് ഇവിടെ കിടന്ന് പൊരുതിയാൽ നിനക്ക് നിത്യത ചെല്ലാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്കും സ്വർഗം കിട്ടത്തില്ല കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വേണം. അല്ലേ? മരണസമയത്ത് D.L. മൂഡി ഭക്തൻ വളരെ ആനന്ദത്തോടെ ലോകം എനിക്ക് മുമ്പാകെ ചുരുങ്ങി മറഞ്ഞു പോകുന്നു. ഹല്ലേലൂയ. D.L. മൂഡി പറയാ, ലോകം എനിക്ക് മുമ്പാകെ ചുരുങ്ങി മറഞ്ഞു പോകുന്നു, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് പട്ടാഭിഷേകം കർത്താവിന്റെ അല്ലിയ കരത്തിലേക്ക് നീതിയുടെ കിരീടം ഞാൻ പ്രാപിക്കും. ഹല്ലേലൂയ. D.L. മൂഡി നോക്കിയപ്പോൾ എന്ത് ചെയ്തു? തന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തി ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ വിശാലതമായി മാറി. ലോകം D.L. മൂഡി മുമ്പിൽ ചുരുങ്ങിയതുപോലെ തോന്നി. D.L. മൂഡി പറയുക, സ്വർഗം എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. ഇന്നെന്റെ അഭിഷേകത്തിന്റെ നാളുകളാണ്. ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് എടുക്കപ്പെടുകയാണ്. നീതിയുടെ കിരീടം ഞാൻ പ്രാപിക്കും എന്ന് പറഞ്ഞ D.L. മൂഡി വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ. എത്ര ഭാഗ്യമേറിയ മരണമായിരുന്നല്ലേ.
ലേരിയ അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നമുക്ക് മുമ്പേ കടന്നുപോയ ഭക്തന്മാർ ഏറെയുണ്ട്. അവർ കർത്താവിന് വേണ്ടി പൊരുതി ജയിച്ചവരാണ്. സാത്താനോട് പൊരുതി ജയിച്ചവരാണ്. ലോകത്തോട് പൊരുതി ജയിച്ച, പാപത്തോട് പൊരുതി ജയിച്ചവരാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, സാത്താനോട്, പാപത്തോട്, മദ്യത്തോട്, മയക്കും, ലോകത്തിന്റെ ഇമ്പങ്ങളോട്, ചെടിക്കതയോട്, ചെടിക ഇച്ഛകളോട് നീ പൊരുതി ജയിക്കണം. സാത്താന്റെ തലയെ യേശു ഭൂമി കാൽവരി തകർത്ത പോലെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന അധികാരത്തെ പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് സ്വർഗവാതിൽ നിനക്ക് തുറക്കപ്പെടുന്ന കാഴ്ചയ്ക്ക് വേണ്ടി നീ പ്രത്യാശയോടെ ജീവിക്കണം. ഹല്ലേലൂയ. വായിച്ച വചനം എന്താണ്? വചനത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഇബ്രാഹിം ലേഖനം 4:10 വായിച്ചത്. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. അതെ, നമുക്കൊരു വിശ്രമം ഒരുക്കിയിട്ടുണ്ട്, ഒരു സ്വസ്ഥത ഒരുക്കിയിട്ടുണ്ട്. അവിടെ നാം എത്തിച്ചേരണമെങ്കിൽ പിതാവ് തന്റെ പുത്രനിൽ ഏൽപ്പിച്ച ശുശ്രൂഷ മുഴുവൻ യേശു നിവർത്തിച്ച് പിതാവിന് പ്രസാദമുള്ള ചെയ്തതുപോലെ, നമുക്ക് കടന്നുപോയ അപ്പോസ്തലൻ പൗലോസ് അടക്കമുള്ള കർത്താവിന്റെ ഇഷ്ടം ചെയ്തതുപോലെ നാം ദൈവ ഇഷ്ടം ചെയ്യുന്നെങ്കിൽ നമുക്ക് നിത്യത്തിൽ എത്താൻ കഴിയും. അവിടെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, സഹോദരന്റെ ഉദാസനെ മാറ്റിവെച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങുക. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിനും ഭാരതത്തിനും ലോകരാജ്യം 800 കോടിയിലധികം ജനതലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ കർത്താവേ, രാജ്യരാഷ്ട്ര തലവന്മാർ, ന്യായാധിപന്മാർ, ഭരണാധികാരികൾ, ക്രമസമാന പാലകർ, മത നേതാക്കൾ, രാഷ്ട്രീയതാക്കന്മാർ, സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ രംഗങ്ങൾ, സൈനിക എഞ്ചിനും അടക്കമുള്ള എല്ലാ ഗോത്രഭാഗങ്ങളിൽപ്പെട്ടവരും ശൈശവത്തിലും ബാല്യത്തിലും കൗമാരം യൗവനത്തിലും റോഹണം ചോട്ടയിൽ തടവറയിലായിരിക്കുന്ന സകല ജനങ്ങളിൽ ജാതിമത വർഗവർണ്ണ വ്യത്യാസം ഉള്ളിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ജനത്തെ കർത്താവിന്റെ കരങ്ങളിൽ കർത്താവെ ഒരു വിശ്രമം ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. വിശ്രമ സ്വസ്ഥത ഞാൻ കണ്ടത് കർത്താവിനോട് നിത്യത്തിലാണെന്നുള്ള തിരിച്ചറിവുകൊണ്ട് ഈ ഭൂമി ഞങ്ങളെ ഏറ്റവും കർത്താവിന് ശുശ്രൂഷ കൃത്യമായി ചെയ്തെടുത്ത് കർത്താവിന് പ്രസാദമുള്ള ജീവൻ കർത്താവെ തന്റെ ജനത്തെ ഒരുക്കണമേ. പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷ യേശു അല്ല ചെയ്തതുപോലെ, യേശു 6 ദിവസങ്ങളെല്ലാം സൃഷ്ടിച്ച് 7 നാൾ നിവർത്തനായതുപോലെ കർത്താവ് മനുഷ്യൻ തങ്ങളുടെ വേലയിൽ ദിവസങ്ങളിൽ നിവർത്തനായി ആ നിത്യതയിൽ വിശ്രമിക്കുവാൻ സകല ജനത്തെ ഒരുക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകരുത്, സകല മുഖത്ത് ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.